ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന വീഡിയോ നമ്മൾ വേറെ ഒരു ഗെയിമൊക്കെയാണ് കളിച്ച് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രക്കേഴ്സ് ഓഫ് യൂറോപ്പ് 3 എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എന്താണേലും നമ്മൾ ഇന്ന് ഈ ഒരു ലോറിയാണ്, ഈ ഒരു ട്രക്കാണ് ഓടിക്കാൻ പോകുന്നത്. ട്രെയിലറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വണ്ടിയാണ് ഓടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ കിടിലമായിട്ട് വളച്ചൊക്കെ അവിടെ വണ്ടി കൊണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് യൂറോപ്പിലാണ് കേട്ടോ. നമുക്ക് യൂറോപ്പിൽ പുതിയ ജോലിയൊക്കെ കിട്ടി. ഓക്കെ, അയ്യോ ഗൈസ്, ഇദ്ദേഹത്തിന് ഞാൻ താഴെ പോയി. ഓക്കെ, സെറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അവിടെ നിന്നപ്പോൾ ജസ്റ്റ് നൈസായിട്ട് താന്നങ്ങ് പോയിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ആ വീട് പോലത്തെ ആ സംഭവത്തിൽ കയറിയോണ്ടാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വണ്ടിയുടെ അകത്തേക്ക് കയറാം. പക്ഷേ വീടിൻ്റെ അകത്തുനിന്ന് ആയിപ്പോയി ഗൈസ്. എന്തായാലും മിററൊക്കെ ഉണ്ട് സൈഡിൽ. ഇത് നമ്മുടെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ തുറക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് തല വെളിയിലിട്ടൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഒരു ETS2 ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും ഈ വണ്ടി ഓടിക്കുമ്പോൾ. പക്ഷേ ചെറിയൊരു ലാഗാവും, നല്ല ഹൈ ഗ്രാഫിക്സ് ഒക്കെ ഇട്ടാൽ. അതായത് എൻ്റെ ഫോണിൽ ലാഗാവും. നിങ്ങളുടെ ഫോൺ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല റാമൊക്കെ ഉള്ള ഫോണാണെങ്കിൽ അതിനനുസരിച്ചുള്ള റാം ഈ ലാഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു 2 GB റാമും അതുപോലെ 32 GB സ്റ്റോറേജും ഉള്ളൊരു ചെറിയ ഫോണാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം ഫുള്ള് ഹൈ ഗ്രാഫിക്സ് ഒന്നും അല്ല, ഫുള്ള് എല്ലാം നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട്. റിസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഹൈയിലിട്ടേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കളിക്കാനായിട്ട് പറ്റുന്നത്. എന്തായാലും നമുക്ക് നൈസായിട്ട് വണ്ടി റിവേഴ്സിലേക്ക് ഇറക്കാം. ഓക്കെ, അവിടെ ആയിട്ടാണ് ട്രെയിലർ കണക്ട് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അവിടെ പോയി ട്രെയിലറും കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ പണിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ വണ്ടി തിരിച്ച് നേരെ അങ്ങോട്ട്. ഇവിടെ ഫുള്ള് നമ്മുടെ വണ്ടി കൊണ്ടിട്ട് ഒരച്ച പാടാണ്. നമ്മൾ അവിടുന്ന് സ്പീഡിൽ കൊണ്ടുവന്ന് കയറ്റിയതാണ്. അതാണ് താഴെ ഫുള്ള് എന്തോ പോലെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി ട്രെയിലർ ലോഡൊക്കെ അടിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് ലോഡ് അടിക്കാനായിട്ടൊരു സ്ഥലം വരെ വന്നതാണ്. ഓക്കെ, ഒരു 1.5 കിലോമീറ്ററോളം നമ്മൾ ഓടി വന്നിട്ടുണ്ട്. എന്തായാലും ഫുള്ള് ട്രെയിലറൊക്കെ കണക്ട് ചെയ്ത് നമ്മുടെ ചെക്കൻ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവനെയും കൊണ്ടാണ്, ഏതോ ഒരു പെട്രോൾ പമ്പിലായിട്ടാണ് പോവേണ്ടത്. എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പെട്രോൾ പമ്പാണ്. അവിടേക്കാണ് ഇവനെ കൊണ്ട് പോകേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ടയറൊക്കെ കണ്ടില്ലേ നമ്മുടെ ട്രെയിലറിൻ്റെ കിടിലം, നല്ല അടിപൊളി ടയറൊക്കെയാണ്. അതായത് ഒരു പൈപ്പാണ് കേട്ടോ, എന്തോ ഒരു പൈപ്പ് പോലത്തെ സംഭവമാണ്. എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാം. നമ്മൾ ഏകദേശം അവിടെ നിന്നൊരു ലൊക്കേഷൻ അപ്ഡേറ്റ് ആയി നമ്മുടെ. അപ്പം ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്, ട്രെയിലർ എടുക്കാനായിട്ട്. എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ ട്രെയിലർ എടുത്തുകൊണ്ട് നമ്മുടെ ലോഡ് എടുത്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, ട്രെയിലറാണ്, നല്ല റിവേഴ്സിലൊക്കെ എടുക്കാനായിട്ട് നല്ല പാടാണ്, എല്ലാവർക്കും അറിയാത്. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തൊന്ന് റേസൊക്കെ ചെയ്തിട്ട് എടുത്തോണ്ടങ്ങ് പോവാം. ഓക്കെ, അടിപൊളിയായിട്ട് റേസ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുക എന്നുള്ള പരിപാടിയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് റേസും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് പോവാം. നല്ല മുമ്പേ വന്ന പോലൊന്നും ഇവിടെ തിരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല. കാരണം ട്രെയിലറൊക്കെയാണ് ബാക്കിൽ. നമ്മൾ ഗ്ലാസ്സൊക്കെ താത്ത് വെച്ചിട്ടുണ്ട്. ഒരു ശുദ്ധവായുവൊക്കെ അകത്തോട്ട് കയറാൻ വേണ്ടിയാണ്. ഫുൾ AC ഇട്ടേക്കുമായിരുന്നു ഗൈസ്. ഓക്കെ, എന്തായാലും അതൊക്കെ ഓഫ് ചെയ്തു. ഓക്കെ, നമുക്ക് നൈസായിട്ട് വണ്ടി അങ്ങ് എടുത്തേക്കാം. ഓക്കെ, പോട്ടെ. ഓക്കെ, നമ്മളെ വണ്ടി നൈസായിട്ട് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, അത്ര അടിപൊളി, അത്രയും മുമ്പേ വന്ന പോലെ അത്ര ഇത് വലിക്കും നല്ല പുള്ളിങ് ഇല്ല. കാരണം ബാക്കിൽ നല്ല ഹെവി ലോഡാണ്, നല്ല ഇരുമ്പിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതും കൊണ്ട് നേരെ നമ്മൾ ആ പെട്രോൾ പമ്പിലേക്ക് പോകണം. അവിടെ എന്തോ പരിപാടി ഉണ്ട്. അയ്യോ, ഇനി റോഡിലേക്ക് ഇറങ്ങുന്നതാണ് ഗൈസ് കഷ്ടപ്പാട്. നമ്മുടെ ബസ്സിഡിനെക്കാട്ടിലും വലിയ വണ്ടികളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഫുള്ള് ട്രെയിലറാണ്. നമ്മുടെ യൂറോപ്പ്. ഓക്കെ, അതുകൊണ്ട് ഇച്ചിരി സീനാണ്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് എന്തോ വെള്ളമൊക്കെ ഉണ്ട്. അതേ ഒരു ട്രെയിലർ വരുന്നു. നമ്മുടെ എന്തോ റിക്കവറി വാൻ അല്ലല്ല ഫ്ലാറ്റ് ബെഡ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. റിക്കവറി വാൻ അങ്ങനെ എന്തോ പറയുന്ന സംഭവമാണ്. റിക്കവറി വാനോ ഫ്ലാറ്റ് ബെഡോ അങ്ങനെ എന്തോ ആണ് കൊണ്ടുപോയിട്ടുണ്ട്. എന്തോ ഒരു വേറെ വണ്ടികളൊക്കെയാണ്.
ഓക്കെ ഗൈസ്, ഇതാണ് യൂറോപ്പിലെ ബസ് കേട്ടോ. പ്രൈവറ്റ് ബസ്സോ ഏതോ ഒരു ബസ്സാണ്, നമ്മളിതുവരെ കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ക്യാബിൻ വ്യൂവും കാര്യങ്ങളും ഒക്കെ. കണ്ടില്ലേ, എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നല്ല അടിപൊളി ക്യാബിനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഓക്കെ അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഗൈസ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ഫോളോ ചെയ്യാത്തവരുണ്ട്, ഫോളോ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ 2 അക്കൗണ്ടിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും കയറി കാണുക. നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനലിൻ്റെ ഗെയിമിംഗ് ഡ്രൈവർ 2.0 ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ അപ്പോൾ ഗൈസ്, നാളെയാണ് നമ്മുടെ കൊമ്പൻ്റെ ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ബസ്സിയുടെ RP സീരീസ് ആയിട്ട് നമ്മുടെ കൊമ്പൻ്റെ കൊമ്പൻ ദാവൂദിൻ്റെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ സെക്കൻഡ് പാർട്ട് നാളെ വല്ലതും വരും. ഓക്കെ അപ്പോൾ നമ്മൾ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്, നാളെ വല്ലതും വരാൻ ചാൻസും ഉണ്ട്. ഓക്കെ നമ്മുടെ ട്രെയിലർ വെച്ച് നല്ല സ്പീഡിലാണ് പോകുന്നത്. 89 ഒക്കെ കയറിയതാണ് ഗൈസ്. ഓക്കെ അത്രയും സ്പീഡ് നമ്മൾ ഈ ട്രെയിലറും കൊണ്ട് വന്നു ഗൈസ്. അമ്പൊക്കെ ചാടി പറന്ന് വരുവാണ്. ഓക്കെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ ഹൈ സ്പീഡ് ആവുകയാണ്. എന്തോ ഇറക്കമാണെന്ന് തോന്നുന്നു. നമ്മളിത് ആക്സിലേറ്റർ ഒന്നും കൊടുക്കാതെ നല്ല സ്പീഡാണ്. നമ്മുടെ കൺട്രോൾ പോകും നമ്മുടെ കയ്യിൽ നിന്ന്. ഇനി അധികം സ്പീഡിൽ ഓടിച്ചാൽ പണി കിട്ടും. നമുക്ക് അധികം സ്പീഡൊന്നും വേണ്ട. ഓക്കെ നമ്മളറിയാതെ സ്പീഡ് കൂട്ടുവാണ്. നമ്മളല്ല കൂട്ടുന്നത്, വണ്ടി തന്നെ. കണ്ടില്ലേ, 78, 79, 80 പിന്നെ അങ്ങ് കയറുവാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ. 86, 80 കണ്ടില്ലേ, നമ്മൾ ഒരു തുള്ളി ആക്സിലേറ്റർ കൊടുക്കുന്നില്ല. നമ്മൾ ബ്രേക്ക് പിടിച്ചങ്ങ് അമർത്തിയത്. ഇവിടെ സൈഡിൽ നമുക്ക് ഉറങ്ങാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങാനുള്ളതാണ്. അതായത് നമ്മുടെ ETS 2 പോലെ തന്നെ. ഇത് കാണുമ്പോൾ ഒരു ETS 2ൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതേ ഒരു ക്യാമറ മോഡും അതുപോലുള്ള സംഭവമൊക്കെയാണ്. അത്യാവശ്യം നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ബസ്സിഡിനെ വെച്ച് നോക്കുമ്പം. ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ. കാരണം ഇത് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇതേ കളിക്കത്തുള്ളൂ. അത്രയ്ക്ക് റിയലിസ്റ്റിക്കാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബസ്സിഡിൽ ഇതുപോലത്തെ ഒറിജിനാലിറ്റി ഒക്കെ കൊണ്ടുവന്നേ കണ്ടില്ല. നമ്മുടെ 500 സംതിങ് MB എങ്ങാണ്ടേ ഉള്ളൂ. അതിനകത്താണ് അവർ ഇത്രയും ഗ്രാഫിക്സ് കൊണ്ടുവന്നേക്കുന്നത്. അത് നമ്മുടെ ബസ്സിഡിനകത്ത് കൊണ്ടുവന്ന അടിപൊളിയാവും. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ എത്തി. ഇവിടെയാണ് ഇനിയും വണ്ടി പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞ പെട്രോൾ പമ്പൊക്കെ എത്തി. അതേ ഒരു ETS 2ൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. കണ്ടില്ലേ, അതേ ഒരു ETS 2ൻ്റെ ആ ഒരു റേഞ്ച് സാധനം. ഓക്കെ നമ്മുടെ ETS 2ൻ്റെ ആ ഒരു ലെവൽ തന്നെ. ETS 2 എന്നാൽ നമ്മുടെ മൊബൈലിൽ കളിക്കുന്ന ETS 2 ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ആ പെട്രോൾ പമ്പിൻ്റെ ആ ഒരു ഐക്കണും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല പക്ക ETS 2 പോലെ ഒരു കോപ്പി ഗെയിം എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറഞ്ഞു പോകും ഗൈസ്. അമ്മാതിരി കിണ്ണൻ അടിപൊളി ഒരു ഗെയിമാണ്. ഓക്കെ എന്തായാലും പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെ. നമ്മൾ വണ്ടി വളച്ച് സെറ്റാക്കി. നമ്മുടെ ബസ്സിഡിനകത്തിൽ ഇങ്ങനെ വളച്ചിടാനൊന്നും പറ്റത്തില്ല. ഓക്കെ എന്തായാലും നമുക്ക് വളച്ചൊക്കെ ഇട്ടിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോൾ. അതാണ് അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. വണ്ടി ഓഫ് ചെയ്തു. ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ എന്തുവാടാ അത്? ഒരുത്തം പറന്നൊക്കെ പറന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. ഓക്കെ എന്തായാലും ഇവിടുന്ന് വേറെ ആളാണ് വണ്ടി കൊണ്ടുപോകുന്നത്. നമുക്കെന്തായാലും ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ടിട്ട് ഇറങ്ങിയേക്കാം. ഓക്കെ ഒരു കിടിലൻ ലുക്കാണ്. നല്ല അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ എന്തായാലും ഇവിടുന്ന് ഡീസലൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ഓണർ എടുത്തുകൊണ്ട് പൊയ്ക്കോളും. മറിക്കോ? നമ്മളിപ്പോൾ ഇടിച്ചിട്ടേനെ. നിർത്തിയത്? ഓക്കെ ഈ വണ്ടി നിർത്തിയിട്ടൊക്കെ ഉണ്ട്. ഒരു ഫ്രണ്ടിലൊരു പച്ചക്കാർ. വൻ ബ്ലോക്ക് ആയല്ലോ. നമ്മളിപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു കാറാണ് ബ്ലോക്ക് ആക്കിയേക്കുന്നത്. ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ. ഓക്കെ.